കല്ലട ഗ്രൂപ്പിന്റെ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച സംഭവം പുറത്തുവന്നതോടെ അന്തർ സംസ്ഥാന ദീർഘദൂര സർവീസുകളെ കുറിച്ചുള്ള പരാതികളുമായി നൂറുകണക്കിന് യാത്രക്കാരാണ് രംഗത്തെത്തിയത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മാത്രമല്ല, എല്ലാ അന്തർ സംസ്ഥാന സർവീസുകളെയും കൃത്യമായി നിയമ നിരീക്ഷണത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് കല്ലട സംഭവം ഓർമ്മിപ്പിക്കുന്നത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ബംഗളൂരു യാത്രയ്ക്കിടെ വൈറ്റിലയിൽ ബസ്സിനുള്ളിൽ യുവാക്കൾ ആക്രമിക്കപ്പെട്ട സംഭവം വിവാദമായതോടെ സ്വകാര്യ ബസ് ലോബികൾ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന പല അട്ടിമറികളാണ് പുറത്തുവരുന്നത്. അതിൽ നിലമ്പൂർ നഞ്ചൻകുണ്ട് റെയിൽപാത അട്ടിമറിപ്പിക്കപ്പെട്ട വിഷയവും വീണ്ടും ചർച്ചയാവുകയാണ്. മധ്യ കേരളത്തിൽ നിന്ന് 6 മണിക്കൂർ കൊണ്ട് ബംഗളൂരുവിൽ എത്താൻ കഴിയുമായിരുന്ന നിലമ്പൂർ നഞ്ചൻകുണ്ട് റെയിൽപാത സ്വകാര്യ ബസ് ലോബിയുടെ സ്വാധീനത്താൽ അട്ടിമറിക്കപ്പെട്ടുവെന്നതാണ് ആരോപണം. താരതമ്യേന അപ്രായോഗികമായ തലശ്ശേരി മൈസൂർ പാത എന്ന ആശയം മുന്നോട്ട് വെച്ച് സമയലാഭം ഏറെയുള്ള പാതയ്ക്ക് സ്വകാര്യ ബസ് ലോബി തുരങ്കം വയ്ക്കുകയായിരുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. നിലമ്പൂർ നഞ്ചൻകുണ്ട് റെയിൽപാതയ്ക്ക് DPR തയ്യാറാക്കുന്നതിന് DMRCയെ ചുമതലപ്പെടുത്തിയെങ്കിലും പണം നൽകാതിരുന്നതോടെ DMRC പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്ന് DMRCയും ശ്രീധരനും ഉറപ്പു നൽകിയെങ്കിലും അതിന് അവസരം നൽകിയില്ല. പകരം ബജറ്റിൽ ആദ്യ പരിഗണനയോടെ തലശ്ശേരി മൈസൂർ പാതയ്ക്ക് തുക വകയിരുത്തിയിരുന്നു. പട്ടികയിൽ നിലമ്പൂർ നഞ്ചൻകുണ്ട് ലിങ്ക് റെയിൽവേ പാതയ്ക്ക് 7ാം സ്ഥാനം മാത്രമാണ് നൽകിയത്. ഇതോടെ പദ്ധതി അട്ടിമറിക്കുകയാണ് ലക്ഷ്യമെന്നത് വ്യക്തമായി. കേരളത്തിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ അട്ടിമറിക്കുന്നത് ദീർഘദൂര സ്വകാര്യ ബസ് ലോബിയാണെന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമാണ്. 2014 തിരുവനന്തപുരം ബംഗളൂരു ട്രെയിൻ റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും തുടർന്ന് ടൈം ടേബിളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 4 വർഷത്തോളം ട്രെയിൻ യാഥാർത്ഥ്യമായില്ല. ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് സർവീസ് കഴിഞ്ഞ വർഷം ആരംഭിച്ചെങ്കിലും ബസ്സുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇതിന്റെ സമയക്രമം അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിശ്ചയിക്കുകയായിരുന്നു. രാവിലെ 10:45 ശേഷം ബംഗളൂരുവിൽ എത്തുന്നതിനാൽ യാത്രക്കാർ കയറില്ലെന്ന കണക്കുകൂട്ടലിലാണ് മോശം സമയക്രമം നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ ആളുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ബാനസവാടിയിലേക്ക് സർവീസ് മാറ്റുകയും ചെയ്തു. ഫലത്തിൽ ഈ 2 തീരുമാനവും സ്വകാര്യ ബസ് ലോബിക്ക് ഗുണം ചെയ്യുകയാണ്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.